കരങ്ങൾ കൂപ്പി ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് കർത്താവിൻ്റെ കരുണ നമുക്ക് മോചനം നൽകുന്ന കരുണയാണ്, കൃപയാണ്. നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ചൈതന്യമാണ്. കർത്താവിൻ്റെ കരുണ നമ്മുടെ എല്ലാ ഭാരങ്ങളും ഏറ്റെടുക്കുന്നു. കർത്താവിൻ്റെ കരുണ നമ്മെ പ്രകാശിപ്പിക്കുന്നു. ശാന്തമായി ഇരുന്നു കൊണ്ട് കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് നമ്മൾ ഈ പ്രഭാതത്തിൽ ആവർത്തിച്ച് ചൊല്ലി പ്രാർത്ഥിക്കുന്ന മന്ത്രം ഇതാണ്: ഈശോ എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കട്ടെ. നെഞ്ച് നിറയെ, വയറ് നിറയെ ശ്വാസമെടുത്ത് അത് നന്നായിട്ട് പുറത്തേക്ക് വിട്ട് ഇപ്രകാരം ആവർത്തിച്ച് പറയുന്നു. മനസ്സിൽ പറഞ്ഞാൽ മതി: ഈശോ എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കട്ടെ. ഈശോ എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. മനസ്സിൽ അത് ആവർത്തിച്ച് പറയട്ടെ. ഉള്ളിലേക്ക് ശ്വാസമെടുക്കുമ്പോൾ, നിശ്വസിക്കുമ്പോൾ കണ്ണുകൾ അടച്ച് കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് ഈശോ എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ ആകുലതയുടെ ചിന്തകളുണ്ടാകാം. എൻ്റെ ജീവിതം, തങ്ങളെക്കുറിച്ച് തന്നെയുള്ള ആകുലതകൾ. എൻ്റെ ജീവിതം ഇനി മുന്നോട്ട് എന്താണ്? എൻ്റെ മക്കളുടെ കാര്യം ഇനി മുന്നോട്ട് എന്താണ്? ആകുലതയാണ്. അപ്രകാരം ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളുടെ ഇരുട്ട് നിറഞ്ഞ ചിന്തകൾ, ഇരുൾ വീണ് കിടക്കുന്ന ഭാവി കാലത്തേക്കുള്ള വഴികൾ, അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ഇതാ ഈശോ നമ്മെ ഇരുട്ടിലേക്ക് തള്ളി വിടുന്നവനല്ല, അവൻ എൻ്റെ പ്രകാശമാണ്. ഈശോ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. അത് പാപത്തിൻ്റെ അന്ധകാരം മാത്രമല്ല, ആകുലതകളുടെ അന്ധകാരം, നിരാശയുടെ അന്ധകാരം, അനുപാതികമല്ലാത്ത കുറ്റബോധത്തിൻ്റെ അന്ധകാരം, ഈശോ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കട്ടെ. മനസ്സിൽ ആവർത്തിച്ച് പറയട്ടെ: ഈശോ എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. എൻ്റെ ഉള്ളിൽ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകളുണ്ട്. ദൈവത്തിൻ്റെ പ്രവർത്തികളെക്കുറിച്ചുള്ള ചിന്തകളുണ്ട്. പലപ്പോഴും അത് പരിമിതമായി പോകുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള ചിന്തകളുണ്ട്.
ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ചുള്ള ചിന്തകളുണ്ട്. ദൈവം സർവശക്തനാണെന്നും മനുഷ്യന് അസാധ്യമായത് അവിടെ നിന്ന് എനിക്ക് വേണ്ടി ചെയ്യുന്നവനാണെന്നും എന്നുള്ള ബോധ്യമുണ്ട്. ഇതാ ഈശോ അപ്രകാരമുള്ള നമ്മുടെ ബോധ്യങ്ങളെ, അറിവുകളെ എല്ലാം പ്രകാശിപ്പിക്കുകയാണ്. ഈശോ എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഇരുട്ട് നിറഞ്ഞ ചിന്തകൾ എന്നിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. ആകുലത, പ്രിയപ്പെട്ടവരെ, ഒരു ഇരുട്ടാണ്. നിരാശ ഇരുട്ടാണ്. കർത്താവിൽ പൂർണ്ണമായി വിശ്വാസവും പ്രത്യാശയും വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ ഇരുട്ടാണ്. ഞാൻ വെറുക്കപ്പെടുന്നവനാണ്, വെറുക്കപ്പെടുന്നവളാണ് എന്ന ചിന്ത ഇരുട്ടാണ്. അപ്രകാരമുള്ള ഇരുട്ടുകൾ, എന്നെ ദൈവത്തിന് പോലും വേണ്ട എന്ന തോന്നൽ ഇരുട്ടാണ്. എൻ്റെ പ്രാർത്ഥന മാത്രം കേൾക്കപ്പെടുന്നില്ല എന്ന ചിന്ത ഇരുട്ടാണ്. അതൊക്കെ ഇതാ ഈശോ എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കാൻ കടന്നു വരുന്നു. എൻ്റെ ഉള്ളിൽ പ്രകാശമുള്ള ചിന്തകൾ മാത്രം. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ഇരുട്ട് നിറഞ്ഞ ചിന്തകൾ പുറത്തേക്ക് പോകട്ടെ, നിശ്വസിക്കപ്പെടട്ടെ. എല്ലാം നാശമാകുമെന്ന ചിന്ത ഇരുട്ടാണ്. അതുപോലെ മറ്റുള്ളവരെക്കുറിച്ചുള്ള, സഹോദരനെക്കുറിച്ച്, സഹോദരിയെക്കുറിച്ച്, ജീവിത പങ്കാളിയെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, മാതാപിതാക്കളെക്കുറിച്ചുള്ള ഇരുട്ട് നിറഞ്ഞ ചിന്തകൾ മനസ്സിൽ ചില സമയങ്ങളിലെങ്കിലും നമ്മൾ കൊണ്ടു നടക്കാറുണ്ട്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കട്ടെ. അപരനെക്കുറിച്ചുള്ള ഇരുട്ട് നിറഞ്ഞ ചിന്തകൾക്ക് ഉള്ള മരുന്ന്, അപരനെക്കുറിച്ചുള്ള ഇരുട്ട് നിറഞ്ഞ ചിന്തകൾ ഒരു രോഗമാണ്. ആ രോഗത്തിനുള്ള മരുന്ന് ഈശോയുടെ പ്രകാശമാണ്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ആരെക്കുറിച്ചെങ്കിലും നെഗറ്റീവായിട്ടുള്ള ചിന്തകളുമായി നമ്മൾ നടക്കുന്നുണ്ടെങ്കിൽ, ഇരുട്ട് നിറഞ്ഞ ചിന്തകളുണ്ടെങ്കിൽ, ഇതാ ആ മേഖലകളിലേക്കൊക്കെ ഈശോയുടെ പ്രകാശം വന്ന് നിറയാൻ അനുവദിക്കണമേ. ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ, ക്ഷമിക്കാത്തതിൻ്റെ കാരണങ്ങൾ നമ്മുടെ ചിന്തകളിൽ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇരുട്ടാണെന്ന് മനസ്സിലാക്കുക. ആ ഇരുട്ടിലേക്ക് ഈശോയുടെ പ്രകാശം, ക്ഷമിക്കുന്ന, കുരിശിൽ കിടന്നുകൊണ്ടുപോലും തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രകാശം കടന്നു വരട്ടെ. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ആവർത്തിച്ച് മനസ്സിൽ പറയട്ടെ, ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഈശോ വലിയ പ്രകാശമാണ്. അവൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കുമ്പോൾ ഈശോയുടെ പ്രകാശം എന്ന് മനസ്സിൽ പറയട്ടെ. പുറത്തേക്ക് വിടുമ്പോൾ എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറയട്ടെ. മറ്റുള്ളവരെക്കുറിച്ച് മാത്രമല്ല നമ്മുടെ മനസ്സിൽ ഇരുട്ട് നിറഞ്ഞ ചിന്തകളുള്ളത്, പലപ്പോഴും നമ്മെക്കുറിച്ച് തന്നെയും ഇരുട്ട് നിറഞ്ഞ ചിന്തകളുണ്ട്. നമുക്കൊന്നിനും കഴിയുന്നില്ല, എനിക്ക് ഈ ഭാരം താങ്ങാൻ പറ്റില്ല, ഞാൻ ഓവർ ബേർഡൻഡ് ആണ് എന്ന ചിന്ത, എനിക്ക് സാധ്യമല്ല എന്ന ചിന്തകൾ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് താങ്ങാൻ കഴിയാത്ത ചുമട് നമ്മുടെ മേലെടുത്തു വയ്ക്കുന്ന അപ്പനല്ല ദൈവം. നമുക്ക് താങ്ങാൻ കഴിയുന്നത് മാത്രം നമുക്ക് അനുവദിച്ചു തരുന്നവനാണ് ദൈവം.
ഇതാ ഈ ചില പ്രലോഭനങ്ങൾ നമുക്ക് താങ്ങാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നു. ചില പാപത്തിൻ്റെ മേഖലകളിൽ നിന്ന് എനിക്ക് ഒരിക്കലും വിടുതൽ കിട്ടില്ല എന്നുള്ള തോന്നലുണ്ടാകുന്നു. എനിക്ക് കഴിവില്ല എന്ന തോന്നലുണ്ടാകുന്നു. ഞാൻ ആരാണെന്ന് തന്നെ ഉള്ള വ്യക്തത ഇല്ലാത്ത ഇരുട്ട് മനസ്സിൽ ആത്മബോധത്തിൻ്റെ വെളിച്ചം ഇതാ ഈശോ തരുന്നു. സ്വയം അവബോധത്തിൻ്റെ വെളിച്ചം ഈശോ തരുന്നു. നീ ഒരു ദൈവ പൈതലാണെന്നും നിന്റെ കൂടെ ഞാനുണ്ടെന്നും നിനക്കെല്ലാം സാധിക്കുമെന്നുമുള്ള പ്രകാശം ഈശോ നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കുകയാണ്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കട്ടെ. ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളിൽ നിറയുന്നു. ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. അടുത്തിരിക്കുന്ന 2 പേർക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിൽ പറയട്ടെ, ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കട്ടെ. പറയാം, ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. അടുത്തിരിക്കുന്ന 5 പേർക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിൽ പറയാം, ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കട്ടെ. ബ്രെയിൻ നിറയെ ഈശോയുടെ പ്രകാശമാണെന്ന് ഭാവനയിൽ കാണുക. നമ്മുടെ ചിന്തകളിൽ, ചിന്തയുടെ ഒരു ഭാഗത്ത് പോലും ഇരുട്ടില്ലാത്ത വിധം ചിന്ത ഈശോയുടെ പ്രകാശത്താൽ, സ്വർഗീയമായൊരു പ്രകാശത്താൽ അത് പ്രകാശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് നമ്മുടെ കഴിവല്ല, കർത്താവിൻ്റെ കരുണയാണ്. ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. പറയാം, ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത്, പ്രിയപ്പെട്ടവരെ, തുടർന്ന് വരുന്ന 5 മിനിറ്റ് നേരം നമ്മൾ ഈ മന്ത്രം ആവർത്തിച്ച് ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുമെന്നുള്ള ഈ മന്ത്രം അതിനെ ആവർത്തിച്ച് ചൊല്ലുന്നതിനിടയ്ക്ക് അച്ഛൻ ഇൻ്റർവ്യൂ ചെയ്യില്ല. നിങ്ങൾക്ക് പക്ഷേ ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഈശോയുടെ പ്രകാശം ചിന്തയുടെ എല്ലാ കോണുകളിലേക്കും വന്ന് നിറയുന്നതായിട്ട്, അതായത് ആകുലതയുള്ള ചിന്തകളിലേക്ക്, അസ്വസ്ഥതയുള്ള ചിന്തകളിലേക്ക്, നിരാശയുടെ ചിന്തകളിലേക്ക്, വെറുപ്പിൻ്റെ ചിന്തകളിലേക്ക്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൻ്റെ ചിന്തകളിലേക്ക്, സുപ്പീരിയോറിറ്റി കോംപ്ലക്സിൻ്റെ ചിന്തകളിലേക്ക്, ദുഃഖത്തിലേക്ക്, നിരാശയിലേക്ക് ഒക്കെ, ഈ ജീവിതത്തിൻ്റെ സാമ്പത്തിക മേഖലയുടെ തകർച്ചകളെക്കുറിച്ചുള്ള ചിന്തകളിലേക്ക്, ആത്മഹത്യ പ്രവണതകളിലേക്ക്, എന്നെ ആർക്കും വേണ്ട, ഞാൻ ഒന്നിനും കൊള്ളുകയില്ല എന്നൊക്കെയുള്ള ചിന്തകളുടെ മേഖലകളിലേക്ക് ഒക്കെ ഈശോയുടെ പ്രകാശം വന്ന് നിറയാനായി ആവർത്തിച്ച് ഈ മന്ത്രം ചൊല്ലുമ്പോൾ അനുവദിക്കുക. ഹൃദയവും മനസ്സും ശരീരവും ഒക്കെ കർത്താവിൻ്റെ തിരുമുൻപിൽ തുറന്നു വെച്ച് അവിടുത്തെ പ്രകാശത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി കത്തുകൊണ്ട് ഈ മന്ത്രം ആവർത്തിച്ച് ചൊല്ലാം. ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. 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 എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു.
ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഈശോയുടെ പ്രകാശം എൻ്റെ 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 ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. പ്രകാശിപ്പിക്കുന്നു. ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. പ്രകാശം ശാന്തമായി ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ഉള്ളിലുള്ളതെല്ലാം പ്രകാശമുള്ള ചിന്തകളാണെന്ന് ഉറപ്പുവരുത്തട്ടെ. കോപമില്ല, ദേഷ്യമില്ല, വെറുപ്പില്ല, വിദ്വേഷമില്ല, മദ്യാസക്തിയില്ല, ജഡമോഹങ്ങളില്ല, ദുരാഗ്രഹങ്ങളില്ല, ദുർഭാഷണങ്ങളില്ല, തെറ്റായ ബന്ധങ്ങളില്ല. ഉള്ളിലുള്ളത് പ്രകാശം മാത്രം. ഒരു തരത്തിലുമുള്ള തിന്മയെക്കുറിച്ചുള്ള ആഗ്രഹമില്ലാത്ത ഒരു ബ്രെയിൻ. A brain without any desire for evil. A brain without any negative thought. A brain without any evil ambition. ഒരു തരത്തിലുള്ള തിന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹവുമില്ലാത്ത ഒരു ചിന്ത. പ്രകാശം മാത്രമുള്ള ഒരു ബ്രെയിൻ. ഉള്ളിലേക്ക് നന്നായി ശ്വാസം എടുക്കട്ടെ.
മനസ്സിലാവർത്തിച്ച് പറയട്ടെ, ഈശോയുടെ പ്രകാശം എൻ്റെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. ഭയമില്ല, കുറ്റപ്പെടുത്തലുകളില്ല, ഉത്കണ്ഠകളില്ല, നിരാശയില്ല, ഭൂതകാലത്തെക്കുറിച്ചുള്ള തേങ്ങലുകളില്ല. ഇതാ ഇപ്പോൾ ഇവിടെ ഈ നിമിഷം ഈശോ എൻ്റെ പ്രകാശമാണ്. എന്നെ അവിടുന്ന് പ്രകാശിപ്പിക്കുന്നുണ്ട്. എൻ്റെ ചിന്തകളെ, എൻ്റെ ശരീരത്തെ, എൻ്റെ മനസ്സിനെ, എൻ്റെ ആത്മാവിനെ, എൻ്റെ ചുറ്റുപാടുകളെ ഈശോ പ്രകാശിപ്പിച്ചിരിക്കുന്നു. എൻ്റെ മുന്നോട്ടുള്ള വഴികളെ ഈശോ പ്രകാശിപ്പിച്ചിരിക്കുന്നു. എൻ്റെ കഴിഞ്ഞുപോയ കാലഘട്ടത്തെ ഈശോ പ്രകാശിപ്പിച്ചിരിക്കുന്നു. നമ്മൾ ഈ ചെറിയ മെഡിറ്റേഷൻ അവസാനിപ്പിക്കുകയാണ്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ചിന്തയിൽ പ്രകാശം നിറഞ്ഞപ്പോൾ അത് ശരീരത്തിലേക്കും മനസ്സിലേക്കൊക്കെ പടർന്നിട്ടുണ്ട്. ചിന്തയിൽ പ്രകാശം നിറയുമ്പോൾ അത് ശരീരത്തെ സൗഖ്യപ്പെടുത്തും. ഇടതുകാലിൻ്റെ ഉപ്പൂറ്റി താഴത്ത് കുത്താൻ പറ്റാത്ത വിധം വേദനയുള്ള ഒരു സഹോദരിയെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. 5 പേരുടെ നെഞ്ചിലുള്ള വേദന ഈശോ എടുത്ത് മാറ്റുന്നു. നട്ടെല്ലിന് അതിഗൗരവമായിട്ടുള്ള അസ്വസ്ഥതയിലൂടെ കടന്നു പോകുന്ന 3 പേരെ ഈശോ അത്ഭുതകരമായി സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അസ്ഥിയിലേക്ക്, മജ്ജയിലേക്ക് ഈശോയുടെ പ്രകാശം ഇതാ ഒഴുകിയിറങ്ങുന്നു. പെടലി വേദനയും ഷോൾഡർ പെയിനുമുള്ള 3 പേരെ ഈശോ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ശ്വാസോച്ഛ്വാസത്തിന് തടസ്സമുള്ള 2 പേർക്ക് കർത്താവ് അതിൻ്റെ സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ ഓൺലൈനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന 2 പേരെ കർത്താവ് നിരാശയുടെ ദുഃഖത്തിൽ നിന്ന്, നിരാശയുള്ള ചിന്തയിൽ നിന്ന് വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നു. പീരിയഡ്സ് നടക്കാത്തതിൽ അതികഠിനമായി മനസ്സിൽ വേദനിച്ചുകൊണ്ടിരിക്കുന്നൊരു മകളെ കർത്താവ് തൊട്ട് ശക്തിപ്പെടുത്തുന്നു, സുഖപ്പെടുത്തുന്നു. കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുവാനുള്ള ബലം ലഭിക്കുന്നു. ഒരാത്മനവീകരണം സംഭവിക്കുന്നു. ഇതാ ഈശോയുടെ പ്രകാശം ചിന്തകളെ പ്രകാശിപ്പിച്ചിരിക്കുന്നു. യേശുവേ 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 യേശുവേ, ശാന്തിദായക യേശുവേ യേശുവേ, ശരണം 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 യേശുവേ യേശുവേ, ശരണം ശരണം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ പ്രകാശമായവൻ്റെ നാമം കരങ്ങൾ ഉയർത്തി വലിയ അഭിഷേകത്തോടെ വിളിച്ചപേക്ഷിക്കാം. ഈശോയേ ഈശോയേ ഈശോ, നമ്മളെ പ്രകാശിപ്പിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് കരമടിച്ച് അവിടുത്തെ നാമം വിളിക്കാം. ഈശോയെ, ശക്തമായിട്ട് കരങ്ങളടിച്ച് അടുത്ത് നിൽക്കുന്ന 50 പേർക്ക് കേൾക്കാവുന്ന സ്വരത്തിൽ യേശുവേ എന്ന് വിളിച്ചു. ഈശോയേ,
വലിയ അഭിഷേകത്തോടെ, ചിന്തയിൽ പ്രകാശത്തോടെ ശക്തമായിട്ട് കരങ്ങളടിച്ച് യേശുവേ, കാലുകളൊക്കെ ഒന്ന് അനക്കി ഈശോയേന്ന് വിളിച്ച് കാലുകളൊക്കെ ഒന്ന് താളത്തിൽ മാറ്റി ചവിട്ടി ആരും ഉറപ്പിച്ച് നിർത്തേണ്ട, വലിയ ആനന്ദത്തോടെ നൃത്തച്ചുവടുകളോടെ ഈശോയേന്ന് വിളിക്കട്ടെ. കൃപയൊഴുകട്ടെ, ചൈതന്യമൊഴുകട്ടെ, ശക്തി ഒഴുകട്ടെ, കൃപയൊഴുകട്ടെ. ഈശോയേ ഇരുവശങ്ങളിലേക്ക് കരമടിച്ച് യേശുവേ 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 ശരണം 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 യേശുവേ ശരണം 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 യേശുവേ ശരണം ശരണം യേശുവേ 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 കരമടിച്ച് കാലുകൾ താളത്തിൽ മാറ്റി ചവിട്ടി വലിയ ആനന്ദത്തോടെ ശാന്തിദായക യേശുവേ ശാന്തിദായക യേശുവേ ശരണം ശരണം ശാന്തിദായക ശരണം ശരണം യേശുവേ വിളിക്കാം ഈശോയേ സൗഖ്യദായക യേശുവേ സൗഖ്യദായക യേശുവേ ശരണം 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 സൗഖ്യദായക ശരണം 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 യേശുവേ വലിയ അഭിഷേകത്തോടെ ആനന്ദത്തോടെ തുള്ളി ചാടി ശക്തമായിട്ട് കരങ്ങളിടിച്ച് യേശുവേ
സ്തുതിക്കാം. യേശുവേ 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 തുള്ളിച്ചാടി യേശുവേ 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 ആനന്ദത്തോടെ യേശുവേ 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 യേശുവേ